ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. കപ്പയ്ക്ക് വില കിട്ടാതെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സമയത്ത് നമുക്കൊരു കപ്പ ചലഞ്ച് ആയാലോ? കപ്പയും അരിപ്പൊടിയും ചേർത്ത് ഉണ്ടാക്കാവുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിനു വേണ്ടി ഒരു 300 ഗ്രാം കപ്പ കഷ്ണങ്ങളാക്കി വേവിച്ച് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവണം, കൈകൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന പരുവമാകണം. ഇതിലെ നാരുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് ഉടക്കണം. ചൂടോടെ ആണെങ്കിൽ കൈകൊണ്ടോ തവി കൊണ്ടോ ഉടച്ചാൽ മതി. ഇതിപ്പോൾ ചൂടാറിയതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് സമയം വെച്ച് അരക്കാനൊന്നും നിൽക്കണ്ട. ഇതാ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ തന്നെ ഇതുപോലെ ഉടഞ്ഞ പോലെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു സവാള പൊടിയായി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതുപോലെ പൊടിയായി അരിഞ്ഞ് വെച്ചതാണ്. ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതാ കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി സവാള ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് 1-2 ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് തന്നെ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. ഇത് വറുത്ത പത്തിരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ നമ്മൾ എടുക്കുന്ന നൈസ് പത്തിരിപ്പൊടിയാണ് കേട്ടോ. ഇതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഒരു മാവ് പരുവത്തിലാക്കിയെടുക്കണം. കുഴക്കുമ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തപ്പോഴാണ് ഈ പരുവത്തിൽ കുഴച്ചെടുക്കാൻ പറ്റിയത്. ഓരോരുത്തർക്കും വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. മാവ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ വിരലുകളൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ഉരുള മാവെടുത്ത് നമുക്ക് വടയുടെ ഷേപ്പിലാക്കിയെടുക്കണം. നല്ല ക്രിസ്പി കപ്പവടകളാണ് നമ്മൾ ഈ മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് വിരലിലൊന്ന് വെള്ളം തൊട്ടതിന് ശേഷം മാവ് ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. വിരലിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഞാനിതാ വടയുടെ ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇത് നേരത്തെ ഷേപ്പാക്കി വെക്കണം എന്നൊന്നുമില്ല. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഷേപ്പ് ചെയ്ത് ഇട്ടാലും മതിയാവും. ഞാനിപ്പോൾ നേരത്തെ തന്നെ എല്ലാം വടകളും റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് എണ്ണയിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ വടകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഓരോ വടകളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 വടകൾ വീതമാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാവ് കുഴക്കുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തത് കേട്ടോ. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് റെഡിയായി കഴിഞ്ഞു. ഇനി സെക്കൻഡ് ബാച്ച് റെഡി ആവുകയാണ്. നല്ല ടേസ്റ്റുള്ള നല്ല മൊരിഞ്ഞ വടകളാണ് കേട്ടോ അത്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവും. പോരാത്തതിന് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. തേങ്ങാ ചമ്മന്തിയോ ടൊമാറ്റോ സോസോ ഒക്കെ കൂട്ടി കഴിക്കാം. ഒന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എത്രത്തോളം മൊരിഞ്ഞതാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ടേസ്റ്റും അതുപോലെ തന്നെ അരിപ്പൊടിയും കപ്പയും കൂടി ചേർന്നുകൊണ്ട് നല്ലൊരു ടേസ്റ്റുമാണ് ഈ വടക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. കപ്പ കൊണ്ടുള്ള മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം.